പണ്ട് പണ്ട് ഒരു ധനികൻ തന്റെ സുന്ദരിയും സുശീലയും സ്നേഹവതിയുമായ മകളോടൊത്ത് ജീവിച്ചിരുന്നു. അയാളുടെ ഭാര്യ മരിച്ചുപോയതിനാൽ അയാൾ മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിച്ചു. അവർക്ക് അഗത, അലീസ എന്നീ 2 പെൺകുട്ടികളുണ്ടായിരുന്നു. അവർ ഈ കുട്ടികളോട് വളരെ ക്രൂരമായി പെരുമാറിക്കൊണ്ടിരുന്നു. നീ ഈ വീടൊക്കെ അടിച്ചു വൃത്തിയാക്കണം, ഞങ്ങൾക്ക് ഭക്ഷണം റെഡിയാക്കണം, എന്റെ 2 പെൺകുട്ടികളെ ഒരുക്കണം, അവര് പറയുന്നൊക്കെ അനുസരിക്കണം, മനസ്സിലായോ? ആ പാവപ്പെട്ട പെൺകുട്ടി രാവിലെ മുതൽ രാത്രി വരെ കഠിനാധ്വാനം ചെയ്യും. രാത്രി നെരിപ്പോടിനടുത്ത് കിടന്നുറങ്ങും. അവളെ കാണാൻ യാതൊരു വൃത്തിയുമുണ്ടാവില്ല. അവർ അവളെ സിൻഡ്രല്ല എന്ന് വിളിച്ചു തുടങ്ങി. കണ്ടില്ലേ, അവളെ കാണാൻ എത്ര സുന്ദരിയാണെന്ന്. ഒരു ദിവസം രാജകൊട്ടാരത്തിൽ നടക്കാനിരിക്കുന്ന വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കാനായി രാജാവ് എല്ലാവർക്കും ക്ഷണക്കത്തയച്ചു. രാജകുമാരനെ കാണാൻ എല്ലാ പെൺകുട്ടികൾക്കും ഒരവസരം. എല്ലാ പെൺകുട്ടികളോടൊപ്പവും രാജകുമാരൻ നൃത്തമാടിയ ശേഷം അതിൽ നിന്ന് തനിക്കിഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ തന്റെ ഭാര്യയായി തിരഞ്ഞെടുക്കും. വിരുന്നു സൽക്കാരത്തിന്റെ അന്ന്. സിൻഡ്രല്ല, ഇവിടെ വാ, വിരുന്നു സൽക്കാരത്തിന് പോവാൻ ഞങ്ങളെ ഒരുക്കണം. അഴകാർന്ന ഡ്രസ് ധരിക്കുവാനായി സിൻഡ്രല്ല അവരെ സഹായിച്ചു. അവർ പോകാൻ തയ്യാറായപ്പോൾ, അമ്മേ, ദയവായി ഞാനും നിങ്ങളുടെ കൂടെ വിരുന്നിന് വരട്ടെ. എന്തിനാ സിൻഡ്രല്ല, നിനക്കൊരു നല്ല ഡ്രസ്സ് പോലും ഇല്ല. പോരാത്തതിന് ദേഹം മുഴുവൻ അഴുക്കും വൃത്തിയിടുക. നിന്നെ കൊണ്ടുപോയാലേ ഞാൻ നാണം കെടും. അവളെ നോക്കി ചിരിച്ചുകൊണ്ട് അവർ പോയി. വീട്ടിൽ തനിച്ചായ സിൻഡ്രല്ല കരഞ്ഞുകൊണ്ടിരുന്നു. എനിക്കും വിരുന്നു സൽക്കാരത്തിന് പോകാൻ വലിയ ആഗ്രഹമായിരുന്നു. എന്റെ ആഗ്രഹങ്ങളൊക്കെ സഫലമാക്കാൻ എനിക്കൊരു ദേവതയുണ്ടായിരുന്നെങ്കിൽ. ഉടനെ കയ്യിലൊരു മന്ത്രക്കോലുമായി വൃദ്ധയായ ഒരു ദേവത അവിടെ പ്രത്യക്ഷയായി. എന്തിനാ മോളെ നീ കരയുന്നത്? നിങ്ങൾ ആരാ? ഞാൻ നിന്റെ ദേവതയായ തലതൊട്ടമ്മയാണ്. എനിക്ക് രാജാവിന്റെ വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുക്കണം. പക്ഷെ എന്റെ രണ്ടാനമ്മ എന്നെ അതിന് അനുവദിക്കുന്നില്ല. ഞാൻ അതിന് നിന്നെ സഹായിക്കാം. അവർ തോട്ടത്തിലുള്ള മത്തങ്ങ ഉപയോഗിച്ച് തന്റെ മന്ത്രശക്തിയാൽ ഒരു രഥം നിർമ്മിച്ചു. വെള്ളലികളെ തേരോട്ടികളാക്കി. സിൻഡ്രല്ലയെ സ്വർണവും വെള്ളിയും കൊണ്ട് നിർമ്മിച്ച വസ്ത്രം ധരിപ്പിച്ചു. പട്ടും വെള്ളിയും ചേർത്ത് ചിത്രത്തയ്യൽ ചെയ്ത കണ്ണാടി ചെരുപ്പുകൾ അണിയിച്ചു. പുറപ്പെടുന്നതിനു മുമ്പ് ദേവത മുന്നറിയിപ്പ് നൽകി. മോളെ, ശ്രദ്ധിച്ച് കേൾക്ക്. അർദ്ധരാത്രി ആവുന്നതിന് മുമ്പ് നീ തിരികെ എത്തണം. ഘടികാരത്തിൽ 12 മണി അടിക്കുമ്പോൾ മാന്ത്രിക ശക്തി നഷ്ടപ്പെട്ട് നീ നിന്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു വരും. തീർച്ചയായും ഞാൻ അർദ്ധരാത്രിക്ക് മുൻപ് തന്നെ തിരിച്ചെത്താം. അങ്ങനെ സിൻഡ്രല്ല രാജകൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്ത പെൺകുട്ടികളോടൊന്നും രാജകുമാരന് താൽപര്യം തോന്നിയില്ല. അപ്പോഴാണ് മനോഹരമായ വസ്ത്രമണിഞ്ഞ സുന്ദരിയായ സിൻഡ്രല്ലയെ രാജകുമാരൻ കണ്ടത്. അവളുടെ കൈകൾ പിടിച്ച് രാത്രി മുഴുവനും അയാൾ നൃത്തമാടി. സിൻഡ്രല്ല സന്തോഷപൂർവ്വം രാജകുമാരനോടൊത്ത് നൃത്തമാടി. അവർ പ്രണയത്തിലായി. പക്ഷേ സമയം പോയത് അവൾ അറിഞ്ഞില്ല. പെട്ടെന്ന് ഘടികാരത്തിൽ 12 മണിയടിച്ചു. അത് കേട്ട സിൻഡ്രല്ല ഞെട്ടിപ്പോയി. അവൾ രാജകുമാരന്റെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടോടി. ഓടുന്ന സമയത്ത് അവളുടെ കണ്ണാടി ചെരുപ്പുകളിലൊന്ന് രാജകൊട്ടാരത്തിൽ ഊരി വീണു. രാജകുമാരന് വല്ലാത്ത സങ്കടമായി. അടുത്ത ദിവസം ആ രാജകുമാരിയെ കണ്ടുപിടിക്കാനായി ഭടന്മാരോടൊപ്പം ചെരുപ്പുമെടുത്തുകൊണ്ട് യാത്രയായി. ആ രാജ്യത്തുള്ള ഓരോ പെൺകുട്ടികളുടെയും വീടുകൾ കയറിയിറങ്ങി. പക്ഷേ ആ ചെരുപ്പ് ആർക്കും തന്നെ പാകമായില്ല. ഒടുവിൽ അവർ സിൻഡ്രല്ലയുടെ വീട്ടിലുമെത്തി. ഹേ, ഞാൻ ധരിച്ചു നോക്കാം. ഓ, ഇത് വളരെ വലുതാണല്ലോ. ഹേയ്, ഇത് നിങ്ങൾക്ക് പാകമല്ല. ഇത് അലീസ ധരിക്കട്ടെ. ആട്ടെ, നീ ധരിച്ചു നോക്ക അലീസ. ഇത് വളരെ ചെറുതാ. കാല് നന്നായി ഉള്ളിലേക്ക് കടത്തി നോക്ക്. വീട്ടില് വേറെ ഏതെങ്കിലും പെൺകുട്ടികളുണ്ടോ? ഇല്ലല്ലോ, ഇവിടെ വേറെ പെൺകുട്ടികൾ ആരുമില്ല. സിൻഡ്രല്ല കർട്ടന്റെ ഇടയിലൂടെ ഇതെല്ലാം ഒളിച്ചു നോക്കുകയായിരുന്നു. വേണമെങ്കിൽ ഞാനിത് ധരിച്ചു നോക്കാം. സിൻഡ്രല്ല തന്റെ കാലിലുള്ള മരച്ചെരുപ്പ് അഴിച്ചുമാറ്റി കണ്ണാടി ചെരുപ്പ് ധരിച്ചു. അവളുടെ കാലുകൾ വളരെ എളുപ്പത്തിൽ ചെരുപ്പിനുള്ളിലേക്ക് കയറി. ഉടനെ അവൾ അവളുടെ മറ്റൊരു ചെരുപ്പ് തന്റെ പോക്കറ്റിൽ നിന്നും എടുത്ത് മറ്റൊരു കാലിൽ ധരിച്ചു. ഒടുവിൽ സിൻഡ്രല്ലയെ കണ്ടെത്താനായതിൽ രാജകുമാരൻ അതീവ സന്തോഷവാനായി. നിന്നെ കണ്ടെത്താനാവില്ലേ എന്ന് ഞാൻ പേടിച്ചു. നീ എന്നെ വിവാഹം കഴിക്കുമോ? സിൻഡ്രല്ല അതിന് സമ്മതിച്ചു. സിൻഡ്രല്ലയുടെ രണ്ടാനമ്മയും അവരുടെ 2 പെൺകുട്ടികളും സ്തംഭിച്ചു നിന്നു. വിരുന്നു സൽക്കാരത്തിൽ പങ്കെടുത്ത പെൺകുട്ടി മറ്റാരുമല്ല, സിൻഡ്രല്ലയായിരുന്നുവെന്ന് മനസ്സിലാക്കി. രാജകുമാരൻ സുന്ദരിയായ സിൻഡ്രല്ലയെ കൂട്ടിക്കൊണ്ടുപോയി. രാജകൊട്ടാരത്തിൽ വളരെ ആഡംബരപൂർവ്വം അവരുടെ വിവാഹം നടന്നു. അവരുടെ വിവാഹത്തിൽ ദേവതയും പങ്കെടുത്ത് അവരെ അനുഗ്രഹിച്ചു. അങ്ങനെ ആ ദമ്പതികൾ സന്തോഷപൂർവ്വം ദീർഘകാലം ജീവിച്ചു. പണ്ട് പണ്ട് ഒരു പാവപ്പെട്ട വൃദ്ധനായ ജപ്പറ്റോ എന്നു പേരുള്ള ഒരു ശില്പി തനിച്ച് ജീവിച്ചു പോന്നു. അയാൾ സൽസ്വഭാവിയായിരുന്നു. കുട്ടികൾക്കായുള്ള കളിപ്പാട്ടങ്ങൾ നിർമ്മിക്കുന്നതായിരുന്നു അയാളുടെ ജോലി. എനിക്ക് സ്വന്തമായിട്ടൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ
അങ്ങനെ ഒരു പുതിയ മൃദുവായ പൈൻമരത്തിന്റെ കമ്പുകൾ ഉപയോഗിച്ച് അയാൾ ഒരു പാവക്കുട്ടിയെ നിർമ്മിച്ചു. നീല ചിറകുകളുള്ള ഒരു ദേവതയ്ക്ക് അയാളിൽ മനസ്സലിവ് തോന്നി. അയാൾക്കൊരു സമ്മാനം കൊടുക്കാൻ ആഗ്രഹിച്ചു. അവർ മാന്ത്രിക കോലുപയോഗിച്ച് ആ പാവക്കുട്ടിക്ക് ജീവൻ നൽകി. ആഹാ, ഞാൻ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല പാവക്കുട്ടിയാ ഇത്. ഞാൻ ഇതിനെ പിനോക്കിയോ എന്ന് വിളിക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിനോക്കിയോയെ സ്കൂളിലേക്ക് അയക്കാൻ അയാൾ ആഗ്രഹിച്ചു. അതിനായി അയാളുടെ ഒരേ ഒരു കോട്ട് വിറ്റ് അയാൾ പിനോക്കിയോയ്ക്ക് പാഠപുസ്തകം വാങ്ങിച്ചു. നീ ഒരു നല്ല കുട്ടിയായി സ്കൂളിൽ പോണം. ശരി, പുറപ്പെട്. പോകുന്ന വഴിക്ക് പിനോക്കിയോ ഒരു സൂത്രശാലിയായ കുറുനരിയെ കണ്ടു. അയ്യേ വേണ്ട സുഹൃത്തെ, നല്ല കുട്ടികളാരും സ്കൂളിലേക്ക് പോവാറില്ല. അവർ ട്രാൻഡ് കടൽ കടന്ന് റൺവേ ദ്വീപിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുക. അവിടെ അവർക്ക് ദിവസം മുഴുവനും കളിച്ച് രസിച്ച് ഉല്ലസിക്കാം. നിനക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാനൊരു ടിക്കറ്റ് തരാം. പക്ഷേ എന്റെ കയ്യിൽ അതിന് പൈസ ഇല്ലല്ലോ. നിന്റെ പാഠപുസ്തകം തന്നാലും മതി. പിനോക്കിയോ സന്തോഷത്തോടെ തന്റെ പാഠപുസ്തകം നൽകി. അവൻ ഒരു നല്ല കുട്ടിയായി വിനോദയാത്രയ്ക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് നീലച്ചിറകുകളുള്ള ദേവത അവിടെ പ്രത്യക്ഷയായി. പിനോക്കിയോ, നീ സ്കൂളിലേക്ക് പോകുന്നില്ലേ? ഞാൻ സ്കൂളിലേക്കാ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വലിയ നുണ പറഞ്ഞതോടെ പിനോക്കിയോയുടെ മൂക്ക് വളരെ വലുതായി നീണ്ടു വളരാൻ തുടങ്ങി. അവൻ കരയാൻ ആരംഭിച്ചു. നീ ഒരു നുണ പറഞ്ഞിരിക്കുന്നു പിനോക്കിയോ. നീ എപ്പോൾ നുണ പറയുന്നോ അപ്പോഴൊക്കെ നിന്റെ മൂക്ക് വലുതായിക്കൊണ്ടിരിക്കും. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇനി മുതൽ നല്ല കുട്ടിയായി സ്കൂളിലേക്ക് പോവാൻ ഉറപ്പ് തരുന്നു. ദേവത അവന് മാപ്പ് നൽകി. അവരുടെ മാന്ത്രിക കോൽ വീശി അവന്റെ പഴയ മൂക്ക് അവന് തിരിച്ചു നൽകി. പക്ഷെ പോകുന്നതിന് മുമ്പ് ഒരു മുന്നറിയിപ്പും നൽകി. ഒരു കാര്യം ഓർമ്മിക്കണം കുട്ടി, റൺവേ ദ്വീപ് കുട്ടികൾക്ക് കളിക്കാനുള്ള നല്ല സ്ഥലമല്ല. നീ അവിടെ പോയാൽ ഒരു കഴുതയായി മാറും. പക്ഷെ പിനോക്കിയോ അവരുടെ വാക്കുകൾ അനുസരിക്കാൻ തയ്യാറല്ലായിരുന്നു. അച്ഛനെ പറ്റിയോ ദേവത പറഞ്ഞതിനെ പറ്റിയോ ഓർമ്മിക്കാതെ അവൻ റൺവേ ദ്വീപിലേക്ക് യാത്രയായി. ആദ്യമൊക്കെ ആ സ്ഥലം ജീവിക്കാൻ പറ്റിയതായി തോന്നി. പലവിധ വിനോദങ്ങളും മധുര പലഹാരങ്ങളും. പിനോക്കിയോയെ നിയന്ത്രിക്കാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഒരു ദിവസത്തെ ഉല്ലാസത്തിനു ശേഷം അവൻ ക്ഷീണിതനായി ഒരു തടാകത്തിനരികെ വിശ്രമിക്കാനായിരുന്നു. കുടിക്കാൻ വെള്ളമെടുക്കാനായി തന്റെ കൈകൾ വെള്ളത്തിലേക്ക് നീട്ടിയപ്പോൾ അവൻ തന്റെ പ്രതിബിംബം കണ്ടു. അയ്യോ, ഇത് ഞാനല്ല. എന്റെ ചെവികൾക്കും മൂക്കിന് എന്താ സംഭവിച്ചത്? എനിക്കെങ്ങനെ ഈ വാൽ വന്നത്? അവന് ഒരു കഴുതയെപ്പോലെ ചെവികളും മൂക്കും വാലും വളർന്നിരുന്നു. സഹായിക്കണേ, ആരെങ്കിലും സഹായിക്കണേ. ഒരിക്കൽ കൂടി നീലച്ചിറകുകളുള്ള മാലാക പ്രത്യക്ഷയായി. വിഡ്ഢിയായ പാവക്കുട്ടി, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ റൺവേ ദ്വീപ് ഒരു സുരക്ഷിതമായ സ്ഥലമല്ലെന്ന്. ഇപ്പോൾ നീ ചെന്ന് നിന്നെ കാണാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ അച്ഛനെ കണ്ടുപിടിക്കേ. അവർ തന്റെ മാന്ത്രിക കോലുപയോഗിച്ച് പിനോക്കിയോയുടെ കഴുത ചെവികളും നീണ്ട മൂക്കും വാലുമെല്ലാം അപ്രത്യക്ഷമാക്കി. അവർ അവനെ കടൽ തീരത്തേക്ക് പറഞ്ഞയച്ചു. അവിടെ തന്റെ അച്ഛൻ ജെപ്പറ്റോ മുങ്ങി താഴുന്നത് അവൻ കണ്ടു. അച്ഛനെ മാത്രം മനസ്സിൽ ധ്യാനിച്ച് അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടി അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിച്ചു. പിനോക്കിയോ, ഇപ്പൊ നിനക്ക് മനസ്സിലായോ? ഒരു നല്ല മനുഷ്യനെന്ന് വെച്ചാൽ മറ്റുള്ളവരോട് സ്നേഹത്തോടെ പെരുമാറുന്നവരും അവരുടെ ദുഃഖങ്ങളിൽ പങ്കെടുക്കുന്നവരുമാണെന്ന്. നിനക്ക് അച്ഛനോടുള്ള യഥാർത്ഥ സ്നേഹത്തിനുള്ള പ്രതിഫലം കിട്ടിയിരിക്കുന്നു. അതെ, പിനോക്കിയോ അന്നു മുതൽ പൈൻ മരം കൊണ്ടുണ്ടാക്കിയ പാവക്കുട്ടിയല്ല. അവന് മാംസവും രക്തവും എല്ലുകളുമുണ്ട്. ഒടുവിൽ എന്റെ ആഗ്രഹം സഫലമായി. അങ്ങനെ പിനോക്കിയോ തന്റെ അച്ഛനോടൊപ്പം വളരെ കാലം സന്തോഷപൂർവ്വം ജീവിച്ചു. ഒരിക്കൽ ഒരിടത്ത് ജോൺ എന്നു പേരുള്ള ഒരാളും അദ്ദേഹത്തിന്റെ ഭാര്യ നെല്ലും ജീവിച്ചിരുന്നു. പക്ഷെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞിനു വേണ്ടി അവർ ദാഹിച്ചിരുന്നു. അയൽപ്പക്കത്ത് തന്നെയുള്ള ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ ദുഷ്ടയായ ഹെൽഗ എന്നു പേരുള്ള ഒരു മന്ത്രവാദിനി താമസിച്ചിരുന്നു. ഒരു ദിവസം നെൽ ഗർഭിണിയായി. അവൾ ആ മന്ത്രവാദിനിയുടെ തോട്ടത്തിൽ റെപുൻസൽ എന്ന ചീര വളർന്നു നിൽക്കുന്നത് കണ്ടു. അത് നല്ല പച്ച നിറത്തിൽ പ്രസരിപ്പുള്ളതായി വളർന്നിരുന്നു. ജോൺ, എനിക്ക് ആ ചീര കിട്ടിയാ കൊള്ളായിരുന്നു. അവിടുന്ന് കുറച്ച് ചീര പറിച്ചുകൊണ്ടുവരാമോ? ജോണിന് ഭാര്യയെ അതീവ സ്നേഹമായിരുന്നു. അതുകൊണ്ട് അവളെ നിരാശപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. അയാൾ ചീര പറിക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ അയാൾ ചീര പറിക്കാൻ തുടങ്ങിയപ്പോൾ ആ മന്ത്രവാദിനി മുന്നിൽ വന്ന് നിൽക്കുന്നത് അയാൾ കണ്ടു. എന്ത് ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ റെപുൻസൽ ചീര നീ പറിക്കും? നീ ഇതിനുള്ള ശിക്ഷ അനുഭവിക്കണം. ജോൺ തന്റെ ഭാര്യയ്ക്ക് ചീരയോടുള്ള ആഗ്രഹത്തെപ്പറ്റി അവരോട് പറഞ്ഞു. കൂടാതെ താൻ ഒരു അച്ഛനാകാൻ പോവുകയാണെന്നും അയാൾ പറഞ്ഞു. എന്നോട് ദയവുണ്ടാകണം. ശരി, ചീര എടുത്തോണ്ട് പൊയ്ക്കോളൂ. പക്ഷേ കുഞ്ഞ് ജനിക്കുമ്പോൾ അതിന് എനിക്ക് തരണം. ജോണിന് വല്ലാത്ത പേടിയായി. അയാൾ സമ്മതിച്ചു. നെൽ ദിവസവും റെപുൻസൽ ചീര കഴിക്കും. കുറച്ചു മാസങ്ങൾക്കകം അവൾക്ക് ഒരഴകാർന്ന പെൺകുട്ടി ജനിച്ചു. അടുത്ത ദിവസം ഹെൽഗ കുഞ്ഞിന്റെ മേൽ അവകാശവും പറഞ്ഞുകൊണ്ടുവന്നു. ഈ കുഞ്ഞ് എന്റേതാണ്.
ജോൺ ആ കുഞ്ഞിനെ അവർക്ക് കൊടുത്തു. ആ മന്ത്രവാദിനി അവൾക്ക് റപുൻസൽ എന്ന് പേരിട്ടു. റപുൻസൽ അതിസുന്ദരിയായി വളർന്നു വന്നു. അവൾക്ക് 12 വയസ്സ് തികഞ്ഞപ്പോൾ ഹെൽഗ അവളെ കാട്ടിലുള്ള ഒരു വലിയ ഗോപുരത്തിനുള്ളിൽ അടച്ചിട്ടു. അതിന് കതകോ ഏണിപ്പടികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതിന്റെ മുകളിൽ ഒരു ചെറിയ ജനാല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഹെൽഗയ്ക്ക് അകത്തേക്ക് പ്രവേശിക്കണമെങ്കിൽ അവൾ വിളിക്കും, റപുൻസൽ, റപുൻസൽ, നിന്റെ തലമുടി താഴേക്കിട്. റപുൻസലിന് അപാരമായ നീണ്ട ഇടതൂർന്ന സ്വർണ്ണ നിറത്തിലുള്ള മുടിയുണ്ടായിരുന്നു. മന്ത്രവാദിനിയുടെ ശബ്ദം കേൾക്കുമ്പോൾ അവൾ തന്റെ തലമുടി താഴേക്കിടും. ഹെൽഗ അതിൽ പിടിച്ചു കയറി ഗോപുരത്തിന്റെ മുകളിലെത്തും. റപുൻസലിന് ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ വേണ്ടി മാത്രം കുറച്ചു നേരം അവരവിടെ നിൽക്കും. അങ്ങനെ കുറെ കാലം അവൾ ഗോപുരത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു സുന്ദരനായ രാജകുമാരൻ തന്റെ കുതിരപ്പുറത്തിരുന്ന് അതുവഴി വന്നു. അയാൾ ഗോപുരത്തിൽ നിന്നും ഒരു മനോഹരമായ ശബ്ദം കേൾക്കാനിടയായി. അയാൾ അടുത്ത് ചെന്നപ്പോൾ പാട്ട് നിലച്ചു. പെട്ടെന്നൊരു പരുക്കൻ ശബ്ദം കേട്ടു. റപുൻസൽ, റപുൻസൽ, നിന്റെ തലമുടി താഴേക്കിട്. മനോഹരമായ തലമുടിയിൽ പിടിച്ചു കയറി ഒരു മന്ത്രവാദിനി മുകളിലേക്ക് പോകുന്നത് കണ്ട രാജകുമാരൻ അത്ഭുതപ്പെട്ടു. ആ മനോഹരമായ ശബ്ദത്തിന്റെ ഉടമയെ കണ്ടെത്താൻ അയാൾ ആഗ്രഹിച്ചു. ആ മന്ത്രവാദിനി താഴെ ഇറങ്ങുന്നതുവരെ അയാൾ അവിടെ കാത്തിരുന്നു. റപുൻസൽ, റപുൻസൽ, നിന്റെ തലമുടി താഴേക്കിട്. പെട്ടെന്ന് തലമുടി താഴെയെത്തി. രാജകുമാരൻ അതിൽ പിടിച്ചു കയറി മുകളിലെത്തി. ആദ്യമായി ഒരു പുരുഷനെ കണ്ട റപുൻസൽ ഭയം കൊണ്ട് വിറച്ചു. പക്ഷേ രാജകുമാരൻ അവളോടൊരു സുഹൃത്തിനോടെന്നതുപോലെ സംസാരിച്ചു. എനിക്ക് വേണ്ടി ഒന്ന് പാടാമോ? റപുൻസലിന് വളരെ സന്തോഷമായി. അവൾ പതിവിലുമുപരി മധുരമായി പാടാൻ ആരംഭിച്ചു. അങ്ങനെ ദിവസവും രാജകുമാരൻ റപുൻസലിനെ കാണാനെത്തും. അവൾ അയാൾക്ക് വേണ്ടി പാട്ടുപാടും. അവർ പ്രണയത്തിലായി. രാജകുമാരൻ അവളോട് വിവാഹാഭ്യർത്ഥന നടത്തി. ഓ, തീർച്ചയായും സമ്മതിക്കാം. ഞാൻ എങ്ങനെയാണ് നിന്നെ താഴേക്ക് കൊണ്ടുപോവുക? എങ്ങനെ താഴേക്ക് ഇറങ്ങണമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങൾ ഓരോ തവണ വരുമ്പോഴും കുറേശ്ശെ പട്ടുനൂൽ കൊണ്ടുവന്ന് തന്നാൽ ഞാൻ അത് ഉപയോഗിച്ച് ഒരു ഏണി നെയ്തെടുക്കാം. അത് പൂർത്തിയായ ഉടനെ ഞാൻ താഴെ എത്താം. അപ്പോൾ നിങ്ങൾക്ക് എന്നെ കുതിരപ്പുറത്ത് കയറ്റിക്കൊണ്ടുപോകാം. അങ്ങനെ ഓരോ ദിവസവും വൈകുന്നേരം രാജകുമാരൻ അവളെ വന്ന് കാണും. ഹെൽഗയും ദിവസം തോറും വരും. ഒരു ദിവസം ഹെൽഗ പതിവിലും നേരത്തെ ഗോപുരത്തിനടുത്തെത്തി. റപുൻസൽ രാജകുമാരന് വിട പറയുന്നത് അവൾ കാണാനിടയായി. ആരോ എന്നെ ചതിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഉടനെ അവൾ ഒരു പദ്ധതി തയ്യാറാക്കി. അവൾ റപുൻസലിന്റെ മനോഹരമായ നീണ്ട തലമുടി മുറിച്ചെടുത്ത് ജനാലയുടെ കുളത്തിൽ കെട്ടിത്തൂക്കിയിട്ടു. അടുത്ത ദിവസം വൈകുന്നേരം രാജകുമാരൻ പതിവ് പോലെ വന്നു വിളിച്ചു. റപുൻസൽ, റപുൻസൽ, നിന്റെ തലമുടി താഴേക്കിട്. തലമുടി താഴെയെത്തി. പക്ഷേ രാജകുമാരൻ മുകളിലെത്തിയപ്പോൾ കണ്ടത് സ്നേഹവതിയായ റപുൻസലിന് പകരം ദുഷ്ടയായ മന്ത്രവാദിനിയെയാണ്. ആഹാ, നീയായിരുന്നു അത്. നിന്റെ ജീവിതത്തിൽ ഇനി നീ റപുൻസലിനെ കാണില്ല. ഞാൻ നിന്നെ കൊല്ലാൻ പോവുകയാണ്. ഹെൽഗ ഉച്ചത്തിൽ അട്ടഹസിക്കാൻ തുടങ്ങി. പക്ഷേ ധൈര്യശാലിയായ രാജകുമാരൻ തന്റെ വാളൂരി അവൾ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവളെ വെട്ടിക്കൊന്നുകളഞ്ഞു. രാജകുമാരനും റപുൻസലും ജനാലയിൽ കെട്ടിവെച്ചിരുന്ന തലമുടിയിൽ പിടിച്ച് താഴേക്കിറങ്ങി വന്നു. ഉടനെ തന്നെ രാജകുമാരനും റപുൻസലും തമ്മിലുള്ള വിവാഹം ഗംഭീരമായി നടന്നു. അവർ റപുൻസലിന്റെ മാതാപിതാക്കളെ രാജകൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം അവർ വളരെ കാലം ആഹ്ലാദത്തോടെ ജീവിതം നയിച്ചു. പണ്ട് ഒരു ഉദാരനായ രാജാവ് ഒരു രാജ്യം ഭരിച്ചിരുന്നു. രാജാവിനും രാജ്ഞിക്കും ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവൾ ജനിച്ചപ്പോൾ അവർ സന്തോഷഭരിതരായി. അതുകൊണ്ട് രാജ്യത്തൊരു വലിയ വിരുന്നൊരുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. അവർ അവൾക്ക് റോസമണ്ട് എന്ന് പേരിട്ടു. നമുക്ക് ഈ അവസരം നമ്മുടെ രാജ്യത്ത് ഭംഗിയായി ആഘോഷിക്കണം. അതെ, നമ്മുടെ രാജ്യത്തെ എല്ലാവരെയും വിരുന്നിന് ക്ഷണിക്കണം. കൂടാതെ എല്ലാ ദേവതമാരെയും. ആ രാജ്യത്ത് 13 ദേവതമാരുണ്ടായിരുന്നു. പക്ഷേ രാജാവും രാജ്ഞിയും 12 ദേവതമാരെ വിരുന്നിന് ക്ഷണിച്ചു. 13ാമത്തെ ദേവതയെ അവർ മറന്നു. അതായിരുന്നു അവർ ചെയ്യാൻ പാടില്ലാത്തത്. വിരുന്ന് സൽക്കാരത്തിന്റെ അന്ന് എല്ലാ ദേവതകളും കുഞ്ഞിന്റെ തൊട്ടിലിനരികിൽ നിന്നുകൊണ്ട് ഓരോരുത്തരും ഓരോ അനുഗ്രഹങ്ങൾ നൽകി. ഇവൾ സുന്ദരിയായിരിക്കട്ടെ, എന്നെന്നും സന്തോഷവതിയായിരിക്കട്ടെ. അങ്ങനെ തുടർന്നു. 12ാമത്തെ ദേവത തന്റെ അനുഗ്രഹം നൽകാനായി എത്തിയപ്പോൾ 13ാമത്തെ ദേവത മോദ്ര അവിടെ എത്തി. അവളെ വിരുന്നിന് ക്ഷണിക്കാത്തതിൽ വല്ലാത്ത ദേഷ്യത്തിലായിരുന്നു. നിങ്ങൾ എന്നെ നിന്ദിച്ചു, അതിന് നിങ്ങൾ അനുഭവിക്കണം. ഇതാ നിങ്ങളുടെ സുന്ദരിയായ മകൾക്കുള്ള എന്റെ സമ്മാനം. ഇവൾക്ക് 16 വയസ്സ് തികയുമ്പോൾ ഇവളുടെ വിരൽ തക്ലിയിൽ കുത്തി ഇവൾ മരിച്ചു പോകട്ടെ. എന്നിട്ട് മോദ്ര അപ്രത്യക്ഷയായി. രാജ്യം മുഴുവൻ ദുഃഖത്തിലാണ്ടു. പാവം എന്റെ കുട്ടി. എനിക്ക് ആ ദുഷ്ടദേവതയുടെ മന്ത്രശക്തിയെ പൂർണ്ണമായി മാറ്റാനുള്ള ശക്തിയില്ല. പക്ഷേ രാജകുമാരിയുടെ വിരൽ തക്ലിയിൽ കുത്തിയാലും അവൾ മരിക്കില്ല. അവളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്ന ഒരു രാജകുമാരൻ അവളെ കാണുന്നതുവരെ അവൾ ആഴ്ന്ന നിദ്രയിലായിരിക്കും. രാജാവും രാജ്ഞിയും
ആ ദേവതയുടെ കാരുണ്യത്തിനായി നന്ദി പറഞ്ഞു. കാവൽക്കാരെ, ഈ രാജ്യത്ത് സൂചിയോ നൂൽ നൂൽക്കുന്ന യന്ത്രമോ അങ്ങനെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ എല്ലാ തക്ലിയും നൂൽ നൂൽക്കുന്ന യന്ത്രവും ആ രാജ്യത്തു നിന്ന് എടുത്തു മാറ്റപ്പെട്ട് അഗ്നിക്കിരയാക്കി. പിന്നീട് അവർ കരുതി തങ്ങളുടെ മകൾ സുരക്ഷിതയാണെന്ന്. വർഷങ്ങൾ കടന്നുപോയി. ദേവതകൾ പറഞ്ഞതുപോലെ റോസമണ്ട് വളർന്നു സുന്ദരിയായ ഒരു പെൺകുട്ടിയായി. അവൾ അതിമനോഹരിയായിരുന്നു, സ്നേഹവതി, എല്ലാ കാര്യങ്ങളിലും നിപുണയുമായിരുന്നു. 16ാമത്തെ പിറന്നാൾ ദിവസം റോസമണ്ട് കൊട്ടാരത്തിലൂടെ ചുറ്റി നടന്ന് കൊട്ടാര ഗോപുരത്തിലുള്ള ഒരു ചെറിയ മുറിയിലെത്തിച്ചേർന്നു. അവിടെ ഒരു വൃദ്ധ നൂൽ നൂൽക്കുന്ന യന്ത്രവുമായി ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ നൂൽ നൂൽക്കുകയാണ് മോളെ. നീ ചെയ്തു നോക്കുന്നോ? ഞാൻ ഇതുവരെ ഇതുപോലൊന്നും കണ്ടിട്ടേയില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. അവൾ അതിനരികിലിരുന്നു. പക്ഷെ അവൾ ആ തക്ലിയിൽ തൊട്ട ഉടൻ തന്നെ അതിന്റെ മൂർച്ചയേറിയ മുന അവളുടെ കയ്യിൽ കുത്തി. അവൾ ആഴ്ന്ന നിദ്രയിലായി. ആ വൃദ്ധ യഥാർത്ഥത്തിൽ ദുഷ്ടദേവതയായ മോദ്രയായിരുന്നു. അതേസമയം തന്നെ രാജാവും രാജ്ഞിയും ഭടന്മാരുമെല്ലാം നിദ്രയിലായി. രാജ്യമൊട്ടാകെ നിദ്രയിലാണ്ടു. കൊട്ടാരത്തിനു ചുറ്റും റോസാ ചെടികൾ വളർന്നു തുടങ്ങി. 100 വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം അയൽ രാജ്യത്തു നിന്നുള്ള ഇവാൻ രാജകുമാരൻ അതുവഴി വന്നപ്പോൾ രാജകൊട്ടാരം മുഴുവൻ കുറ്റിച്ചെടികൾ നിറഞ്ഞു നിൽക്കുന്നത് കണ്ടു. അവിടെ എന്താണുള്ളതെന്നറിയാൻ ആകാംക്ഷ തോന്നിയ രാജകുമാരൻ തന്റെ വാളുകൊണ്ട് കുറ്റിച്ചെടികൾ മുഴുവൻ വെട്ടിമാറ്റി. പക്ഷേ വാള് ചെടിയെ സ്പർശിച്ച ഉടൻ തന്നെ രാജകുമാരന്റെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞു കണ്ടു. അയാൾ കൊട്ടാരത്തിനകത്ത് പ്രവേശിച്ചു. എല്ലാവരും ഉറങ്ങിക്കിടക്കുന്നത് കണ്ടു. ഓരോ മുറികളിലും കയറിയിറങ്ങി. ഒടുവിൽ കൊട്ടാര ഗോപുരത്തിലുള്ള ഒരു ചെറിയ മുറിക്കുള്ളിൽ കയറിയ രാജകുമാരൻ നിദ്രയിലാണ്ടിരിക്കുന്ന രാജകുമാരിയെ കണ്ടു. എന്തൊരഴക്! ഇത്രയും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല. അയാൾ കുനിഞ്ഞ് അവളുടെ കവളിൽ ഉമ്മവച്ചു. അവൾ ശാപവിമുക്തയായി. റോസമണ്ട് കണ്ണു തുറന്നു. എന്താ സംഭവിച്ചത്? നിങ്ങൾ ആരാണ്? ഞാൻ ഇവാൻ രാജകുമാരനാണ്. അയൽ രാജ്യത്തു നിന്ന് വന്നതാണ്. രാജാവും രാജ്ഞിയും ഉണർന്നു നോക്കിയപ്പോൾ ഇവാനും റോസമണ്ടും നിൽക്കുന്നത് കണ്ടു. അവരുടെ മകളെ കണ്ട് അവർ അത്യധികം സന്തോഷിച്ചു. ദുർമന്ത്രവാദിനിയുടെ ശാപത്തിൽ നിന്നും നീ എന്റെ മോളെ വിമുക്തയാക്കി. പിന്നീട് രാജാവ് നടന്ന കഥകളെല്ലാം രാജകുമാരനോട് പറഞ്ഞു. യഥാർത്ഥ സ്നേഹമുള്ള ഒരു രാജകുമാരന് മാത്രമേ നിന്നെ ശാപവിമുക്തയാക്കാൻ കഴിയൂ. പ്രിയപ്പെട്ട റോസമണ്ട്, നീ യഥാർത്ഥ സ്നേഹം അറിഞ്ഞിരിക്കുന്നു. രാജാവ് ഇവാന് നന്ദി പറഞ്ഞു. ഉടനെ തന്നെ റോസമണ്ടും ഇവാനും തമ്മിലുള്ള വിവാഹം നടന്നു. എല്ലാ ദേവതകളും അവരെ അനുഗ്രഹിക്കാനെത്തി. രാജ്യത്ത് വീണ്ടും ഒരു വിരുന്ന് സൽക്കാരത്തിൽ എല്ലാവരും ആഹ്ലാദത്തോടെ പങ്കെടുത്തു. ഒരു ഗ്രാമത്തിൽ സഹൃദയായ ഒരു സ്ത്രീ ജീവിച്ചിരുന്നു. അവൾ ഒരു കുഞ്ഞിനായി ആഗ്രഹിച്ചിരുന്നു. അതിനായി അവൾ ഒരു മന്ത്രവാദിനിയെ ചെന്ന് കാണാൻ തീരുമാനിച്ചു. അവർ അവൾക്കൊരു വിത്ത് കൊടുത്തു. അങ്ങനെ ആ സ്ത്രീ ആ വിത്ത് തന്റെ തോട്ടത്തിൽ വിതച്ചു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഒരു മാന്ത്രിക പുഷ്പം വിടർന്നു. ആ പുഷ്പത്തിനുള്ളിൽ ഒരു മനോഹരിയായ ഇളം തവിട്ട് നിറത്തിലുള്ള തലമുടിയോട് കൂടിയ ഒരു പെൺകുട്ടിയുണ്ടായിരുന്നു. അവൾക്ക് ആ സ്ത്രീയുടെ തള്ളവിരലിന്റെ അത്ര വലിപ്പം പോലുമില്ലായിരുന്നു. ആ സ്ത്രീ അവൾക്ക് തമ്പലീന എന്ന് പേരിട്ടു. ഒരു ദിവസം അവൾ മേശപ്പുറത്തിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വൃത്തികെട്ട തവള ചാടി വന്നു. ആഹാ, എത്ര മനോഹരിയായ പെൺകുട്ടി! ഇവൾക്ക് എന്റെ മകൻ നന്നായി യോജിക്കും. അത് തമ്പുലീനയുടെ തൊട്ടിലും എടുത്തുകൊണ്ട് അടുത്തുള്ള അരുവിയിലേക്ക് ചാടിപ്പോയി. മോനെ, നോക്ക്, നിനക്ക് അനുയോജ്യമായ ഒരു പെണ്ണിനെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 2 തവളകളും കൂടി തമ്പലീനയെ ഒരു ലില്ലി ഇലയുടെ മുകളിൽ കിടത്തിയിട്ട് വിവാഹത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്യാനായി പുറപ്പെട്ടു. തമ്പലീന വല്ലാതെ ഭയപ്പെട്ടു. അവൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്നറിയില്ല. അപ്പോഴതുവഴി വന്ന ഒരു ചിത്രശലഭം തമ്പലീനയെ കണ്ടു. വിഷമിക്കാതിരിക്കെ, ഞാൻ നിന്നെ സഹായിക്കാം. അത് അവളെ കൈകൊണ്ട് വലിച്ചെടുത്ത് വളരെ അകലെയുള്ള പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു മനോഹരമായ സ്ഥലത്തേക്ക് കൊണ്ടുപോയി. തമ്പലീനയ്ക്കായി ഒരു പൂവ് പറിച്ചുകൊണ്ടുവരാൻ ചിത്രശലഭം പോയി. അപ്പോൾ അവിടെ എത്തിയ ഒരു കറുത്ത വണ്ട് തമ്പലീനയെ കണ്ടു. എന്തൊരു അപൂർവമായ ജീവിയാണിത്. ഇവളെ ഞാൻ എന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതവളെ ഒരു കാട്ടിലേക്ക് റാഞ്ചിക്കൊണ്ടുപോയി. അതിന്റെ കൂട്ടുകാരെല്ലാവരും ഒന്നിച്ചുകൂടി തമ്പലീനയെ നോക്കി നിന്നു. ഈ വൃത്തികെട്ട ജീവിയെ കണ്ടോ? അതിന് 2 കാലുകളേ ഉള്ളൂ. ഇതുപോലൊരു വൃത്തികെട്ട ജീവിയെക്കൊണ്ട് യാതൊരു പ്രയോജനവുമില്ലെന്ന് മനസ്സിലാക്കിയ വണ്ട് അവളെ പറഞ്ഞയച്ചു. പാവം തമ്പലീന കാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു. അവൾ മണ്ണിലുള്ള ഒരു ചെറിയ ദ്വാരത്തിലേക്ക് കാലിടറി വീണു. ഒരു വൃദ്ധയായ ചുണ്ടലി പുറത്തേക്ക് വന്നു. അത് തമ്പലീന വിറങ്ങലിച്ചിരിക്കുന്നത് കണ്ടു. കൂട്ടുകാരി, നീ കൂടുതൽ തണുത്ത് വിറങ്ങലിക്കുന്നതിനുള്ളിൽ അകത്തേക്ക് വാ. ആ ചുണ്ടലിയും തമ്പലീനയും സുഹൃത്തുക്കളായി. അത് അവൾക്ക് താമസിക്കാൻ സ്ഥലം നൽകി. ഈ
എന്റെ വീടൊക്കെ വൃത്തിയാക്കണം. കൂടാതെ എനിക്കും എന്റെ അയൽക്കാരനായ മിസ്റ്റർ മോളിനും കഥകളൊക്കെ പറഞ്ഞു തരണം. ആ സമയത്ത് മിസ്റ്റർ മോൾ അകത്തേക്ക് വന്നു. അതിന് തമ്പലീനയെ വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം രാവിലെ, വാ, നമുക്ക് ഈ പുതിയ തുരങ്കത്തിലൂടെ യാത്ര ചെയ്യാം. മിസ്റ്റർ മോൾ താൻ പുതുതായി തോണ്ടിയെടുത്ത തുരങ്കപാതയിലൂടെ ചുണ്ടലിയെയും തമ്പലീനെയും കൊണ്ട് യാത്രയായി. വഴിയിൽ ഒരു മീവൽ പക്ഷി തണുത്തു മരവിച്ച് കിടക്കുന്നത് കണ്ടു. അയ്യോ, പാവം ഈ പക്ഷി. അതിന്റെ കാര്യം പോട്ടെ, ഏതായാലും അത് മരിക്കാൻ പോവാ. പക്ഷേ തമ്പലീന ഒരു പച്ച പുതപ്പെടുത്തുകൊണ്ടുവന്ന് അതിനെ പുതപ്പിച്ചു. നിനക്ക് പറക്കാനാവുന്നതുവരെ ഞാൻ നിന്നെ ശുശ്രൂഷിക്കാം. ദിവസവും തമ്പലീന കുറച്ച് ഗോതമ്പ് മണികളും വെള്ളവും മീവൽ പക്ഷിക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇതിനിടെ മിസ്റ്റർ മോൾ തമ്പലീനയെ വിവാഹം കഴിക്കാനുള്ള തന്റെ ആഗ്രഹം പ്രകടമാക്കി. ഓ തമ്പലീന, എനിക്ക് നിന്നെ വളരെ ഇഷ്ടമായി. തമ്പലീന ആ വിവാഹാഭ്യർത്ഥന നിരസിച്ചു. പക്ഷെ ചുണ്ടലി അവളെ അത്യധികം നിർബന്ധിച്ചു. ഞാൻ അവസാനമായി എന്റെ മീവൽ പക്ഷിയെ ഒന്ന് കണ്ടോട്ടെ. അവൾ തന്റെ സുഹൃത്തിന്റെ പക്കലേക്കോടി. അത് പറക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. തമ്പലീന സന്തോഷത്തോടെ അതിന്റെ മുതുകിൽ കയറി. അത് പുഷ്പങ്ങളുടെ മാന്ത്രിക സ്ഥലത്തേക്ക് പറന്നു. തമ്പലീന ചുറ്റുപാടും നോക്കി. ഒരു സുന്ദരനായ യുവാവ് അരികിൽ നിൽക്കുന്നത് അവൾ കണ്ടു. അവരുടെ കണ്ണുകൾ തമ്മിലിടഞ്ഞു. അവർ പ്രണയത്തിലായി. ഞാൻ ഡേസീസിലെ രാജകുമാരനാണ്. നിനക്ക് എന്റെ രാജ്ഞിയാവാമോ? രാജാവിന്റെ പ്രജകൾ തമ്പലീനയ്ക്ക് മനോഹരമായ ചിറകുകൾ സമ്മാനിച്ചു. അവരുടെ വിവാഹം നടന്നു. സ്നോ വൈറ്റും 7 കുള്ളന്മാരും. ഒരു രാജ്യത്ത് സുന്ദരിയായ ഒരു രാജകുമാരി സ്നോ വൈറ്റ് ജീവിച്ചിരുന്നു. ചെറുപ്രായത്തിൽ തന്നെ തന്റെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അവളെ അവളുടെ ചിറ്റമ്മയായ ഹെൽഗയാണ് വളർത്തി വലുതാക്കിയത്. ഹെൽഗ സ്നോ വൈറ്റിനെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. ഒരു ചെറിയ മുറിയിൽ പൂട്ടിയിട്ടിരുന്നു. ഹെൽഗയ്ക്ക് ഒരു മാന്ത്രിക കണ്ണാടി ഉണ്ടായിരുന്നു. അവൾ ദിവസവും അതിനോടൊരു ചോദ്യം ചോദിക്കും. മാന്ത്രിക കണ്ണാടിയെ, ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും നല്ല സുന്ദരി ആരാണെന്ന് പറഞ്ഞാലും. മഹാറാണി, നിങ്ങൾ എത്ര ക്രൂരത കാണിച്ചാലും നിങ്ങളാണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദരി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. സ്നോ വൈറ്റും വളർന്നു വലുതായി. അന്നും പതിവ് പോലെ ഹെൽഗ മാന്ത്രിക കണ്ണാടിയോട് ചോദ്യം ചോദിച്ചു. പക്ഷേ ഇത്തവണ കണ്ണാടിയുടെ ഉത്തരം മറ്റൊന്നായിരുന്നു. മഹാറാണി, സ്നോ വൈറ്റ് ആണ് ഈ ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദരി. ഹെൽഗയ്ക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഉടനെ സ്നോ വൈറ്റിനെ കാട്ടിലേക്ക് പറഞ്ഞയച്ചു. കാട്ടിൽ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞു സ്നോ വൈറ്റ്. അവൾക്ക് വിശപ്പും ദാഹവും തോന്നാൻ തുടങ്ങി. അപ്പോൾ അങ്ങ് അകലെ അവൾ ഒരു ചെറിയ വീട് കണ്ടു. അവൾ ഓടി ആ വീട്ടിൽ ചെന്നു. വീട്ടിനുള്ളിൽ ആരുമില്ല. ഒരു മേശപ്പുറത്ത് 7 പ്ലേറ്റും 7 കത്തിയും ഭക്ഷണവും ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് വല്ലാത്ത വിശപ്പ്. ആദ്യം ഭക്ഷണം കഴിക്കാം. അവൾ ആ ഭക്ഷണം മുഴുവനും തിന്നു തീർത്തു. അടുത്ത മുറിയിൽ 7 ചെറിയ മെത്തകളുണ്ടായിരുന്നു. അവ ഒന്ന് ചേർത്ത് അതിൽ കിടന്നുറങ്ങി. മണിക്കൂറുകൾ കടന്നുപോയി. ആ വീട്ടിൽ വസിച്ചിരുന്ന 7 കുള്ളന്മാർ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഏയ്, നീ ആരാണ്? എന്റെ പേര് സ്നോ വൈറ്റ്. എന്റെ ചിറ്റമ്മയാണ് എന്നെ ഈ കാട്ടിലേക്ക് പറഞ്ഞയച്ചത്. നീയാണോ ഞങ്ങളുടെ ഭക്ഷണമൊക്കെ തിന്നു തീർത്തത്? അതെ, എന്നോട് ക്ഷമിക്കണം. നിനക്കിവിടെ തന്നെ കഴിയാം. നിനക്കിവിടെ യാതൊരു ആപത്തും സംഭവിക്കില്ല. അതേസമയം കൊട്ടാരത്തിൽ ഹെൽഗ മാന്ത്രിക കണ്ണാടിയോട് ചോദ്യം ചോദിച്ചു. അതിന് ആ മാന്ത്രിക കണ്ണാടി, മഹാറാണി, ഇടതൂർന്ന കാട്ടിൽ വസിച്ചുകൊണ്ടിരിക്കുന്ന സ്നോ വൈറ്റ് ആണ് അതിസുന്ദരി. സ്നോ വൈറ്റ്, ഇത്തവണ നിനക്ക് രക്ഷപ്പെടാനാവില്ല. ഹെൽഗ പ്രച്ഛന്ന വേഷത്തിൽ സ്നോ വൈറ്റിന്റെ പക്കൽ ചെന്നു. വിഷം പുരട്ടിയ ഒരു ചീപ്പും കയ്യിലുണ്ടായിരുന്നു. മോളെ, നിന്റെ തലമുടി കാണാൻ എന്തൊരു ചന്തമാണ്. ഇതാ, ഈ ചീപ്പ് ഉപയോഗിച്ച് അത് ചെയ്യുക. ചീപ്പ് തലയിൽ വെച്ച ഉടനെ സ്നോ വൈറ്റ് ബോധം കെട്ടു വീണു. വൈകുന്നേരം കുള്ളന്മാർ തങ്ങളുടെ ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തി. ബോധം കെട്ട് വീണ് കിടക്കുന്ന സ്നോ വൈറ്റിനെ കണ്ട് സ്തംഭിച്ചുപോയി. ഇത് തീർച്ചയായും ആ റാണിയുടെ പണി തന്നെ ആയിരിക്കും. ഇത് കണ്ടോ? സ്നോ വൈറ്റിന്റെ തലയിൽ നിന്ന് അവർ ആ ചീപ്പ് എടുത്തു. ഉടനെ സ്നോ വൈറ്റ് കണ്ണു തുറന്നു. എല്ലാവർക്കും സന്തോഷമായി. പക്ഷേ കൊട്ടാരത്തിൽ ഹെൽഗ മാന്ത്രിക കണ്ണാടിയോട് ചോദ്യം ചോദിച്ചിട്ട് മറുപടിക്കായി ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയായിരുന്നു. മഹാറാണി, നിങ്ങൾ ഒരു നല്ല തന്ത്രശാലി ആയിരിക്കാം. പക്ഷെ കാട്ടിലുള്ള സ്നോ വൈറ്റ് തന്നെയാണ് അതീവ സുന്ദരി. ഇല്ല, ഇതൊരിക്കലും സത്യമായിരിക്കില്ല. സ്നോ വൈറ്റ്, ഇത്തവണ നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. വീണ്ടും ഹെൽഗ ഒരു കുട്ട നിറച്ച് വിഷം കലർന്ന ആപ്പിളും എടുത്തുകൊണ്ട് സ്നോ വൈറ്റിന്റെ വീട്ടിലെത്തി. ഓ മോളെ, നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ടല്ലോ. ഇതാ, ഈ ആപ്പിൾ കഴിക്ക്.
നന്ദി, എനിക്ക് നല്ല വിശപ്പുണ്ട്. സ്നോ വൈറ്റ് ആപ്പിൾ ഒന്ന് കടിച്ചു. ഉടനെ ബോധം കെട്ട് താഴെ വീണു. ഇത്തവണ ആർക്കും അവളെ രക്ഷിക്കാനാവില്ലെന്ന സന്തോഷത്തോടെ കൊട്ടാരത്തിലേക്ക് ഹെൽഗ മടങ്ങി. വൈകുന്നേരം പതിവ് പോലെ കുള്ളന്മാർ മടങ്ങിയെത്തി. ഇവൾ മരിച്ചുപോയി. എല്ലാവർക്കും വല്ലാത്ത ദുഃഖം തോന്നി. സ്നോ വൈറ്റിനെ മെത്തയിൽ കിടത്തിയിട്ട് അവൾക്ക് ചുറ്റുമിരുന്ന് കരയാൻ ആരംഭിച്ചു. അപ്പോൾ ആ വഴി വന്നുകൊണ്ടിരുന്ന ഒരു രാജകുമാരൻ ഈ ദൃശ്യം കണ്ട് അരികിലേക്ക് ചെന്നു. എന്തൊരു സുന്ദരിയാണിവൾ! ആരാണിവൾ? കുള്ളന്മാർ നടന്ന സംഭവങ്ങൾ മുഴുവനും രാജകുമാരനോട് പറഞ്ഞു. രാജകുമാരന് സ്നോ വൈറ്റിനോട് സ്നേഹം തോന്നി. അവളുടെ കവിളിൽ ഉമ്മ വച്ചു. ഉടനെ സ്നോ വൈറ്റ് എഴുന്നേറ്റിരുന്നു. അപ്പോൾ അവളുടെ തൊണ്ടയിൽ കുടുങ്ങിയിരുന്ന ആപ്പിൾ കഷ്ണം പുറത്തേക്ക് വന്നു വീണു. എനിക്ക് എന്താണ് സംഭവിച്ചത്? മരിച്ചുപോയി. അല്ല, ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു. എന്നെ വിവാഹം കഴിക്കാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണ്. കുള്ളന്മാർ ആടിപ്പാടി ആഘോഷിച്ചു. സ്നോ വൈറ്റിനെയും കുള്ളന്മാരായ കൂട്ടുകാരെയും രാജകുമാരൻ തന്നോടൊപ്പം കൂട്ടിക്കൊണ്ടുപോയി. അവരെല്ലാവരും ആഹ്ലാദത്തോടെ ജീവിച്ചു. കൊട്ടാരത്തിൽ ഹെൽഗ മാന്ത്രിക കണ്ണാടിയോട് ചോദ്യം ചോദിച്ചിട്ട് അത് തന്റെ പേരുച്ചരിക്കുമെന്ന പ്രത്യാശയോടെ കാത്തു നിൽക്കുകയായിരുന്നു. പക്ഷേ അല്ലയോ മഹാറാണി, നിങ്ങൾ എത്ര തവണ ചോദിച്ചാലും സ്നോ വൈറ്റ് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും നല്ല സുന്ദരി. ആക്രോശപ്പെട്ട് ഹെൽഗ മാന്ത്രിക കണ്ണാടി എറിഞ്ഞു പൊട്ടിച്ചു. ഒരു ചെറിയ മുറിയിൽ സ്വയം ബന്ധനസ്ഥയായി മരണം വരെ അതിനുള്ളിൽ തന്നെ കഴിഞ്ഞു. ബ്യൂട്ടിയും മൃഗവും. ദൂരദേശത്ത് ഒരു വ്യാപാരി തന്റെ 3 പെൺകുട്ടികളായ ബ്ലിസ്, ബ്ലോസം, ബ്യൂട്ടി എന്നിവരോടൊപ്പം വസിച്ചു പോന്നു. അയാൾക്ക് തന്റെ 3 കുട്ടികളോടും അളവറ്റ സ്നേഹമായിരുന്നു. ഒരു ദിവസം ജോലിക്കാര്യത്തിനായി അയൽദേശത്തേക്ക് പോകേണ്ടതായി വന്നു. മടങ്ങി വരുമ്പോൾ തന്റെ കുട്ടികൾക്ക് സമ്മാനം വാങ്ങിക്കൊണ്ടുവരാമെന്നും അയാൾ വാക്കുകൊടുത്തു. ബ്ലിസ്സും ബ്ലോസവും ധാരാളം വസ്ത്രങ്ങളും ആഭരണങ്ങളുമാണ് ചോദിച്ചത്. നിനക്ക് എന്താണ് വേണ്ടത് ബ്യൂട്ടി? ഒരു ചുവന്ന റോസാപ്പൂ കൊണ്ടുവരൂ അച്ഛാ. അയൽ ദേശത്ത് പോയി അയാൾ ധാരാളം പണം സമ്പാദിച്ചു. തന്റെ 2 പെൺകുട്ടികളും ആവശ്യപ്പെട്ടതുപോലെ ധാരാളം വസ്ത്രങ്ങളും ആഭരണങ്ങളും വാങ്ങിച്ചു. പക്ഷേ ബ്യൂട്ടി ചോദിച്ച ചുവന്ന റോസാപ്പൂ മാത്രം അയാൾക്ക് കിട്ടിയതേയില്ല. ദുഃഖത്തോടെ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു അയാൾ. അപ്പോൾ ഒരു വലിയ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചു. ദൂരത്ത് ഒരു മാളിക കണ്ട് അയാൾ അങ്ങോട്ട് ചെന്നു. മാളികക്കുള്ളിൽ ആരെയും കണ്ടില്ല. പക്ഷെ ഭക്ഷണം മാത്രം വിളമ്പി വെച്ചിരുന്നു. അത് കഴിച്ചിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് മാളികയ്ക്ക് ചുറ്റും നടക്കുമ്പോൾ ഒരു ചുവന്ന റോസാച്ചെടി അയാൾ കണ്ടു. ഒരു റോസാപ്പൂ തന്റെ മകൾ ബ്യൂട്ടിക്കായി പറിച്ചു. ഉടനെ ഒരു വലിയ മൃഗം, അതായത് ബീസ്റ്റ്, അവിടെ പ്രത്യക്ഷപ്പെട്ടു. എന്റെ ചെടിയിൽ തൊടാൻ മാത്രം ധൈര്യം വന്നോ നിനക്ക്? നിന്നെ തടവിലാക്കും ഞാൻ. അയ്യോ, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കണം. എന്നെ ഒന്നും ചെയ്യരുത്. ഈ റോസാപ്പൂ എന്റെ മകൾക്ക് വേണ്ടി പറിച്ചതാണ്. എന്റെ കുട്ടികളെ അവസാനമായി കാണാൻ അനുവദിക്കണം. അയാളോട് സഹതാപം തോന്നിയ ആ മൃഗം അയാൾക്ക് അനുവാദം നൽകി. ഇപ്പോൾ നിനക്ക് പോകാം. പക്ഷേ മടങ്ങി വന്ന് നിന്റെ ശിക്ഷ സ്വീകരിച്ചു കൊള്ളണം. ഈ മോതിരം കയ്യിലിരിക്കട്ടെ. ഇത് നിന്നെ നിന്റെ വീട്ടിലെത്തിക്കും. വ്യാപാരി വീട്ടിലേക്ക് വന്ന് നടന്ന സംഭവങ്ങൾ വിശദീകരിച്ചു. അച്ഛാ, തീർച്ചയായും അച്ഛൻ അങ്ങോട്ട് പോകണോ? പോകണ്ട അച്ഛാ. രാത്രി എല്ലാവരും ദുഃഖത്തിലാണ്ട് ഉറങ്ങിപ്പോയി. ബ്യൂട്ടി ആ മോതിരവും എടുത്ത് മൃഗത്തിന്റെ മാളികയിലേക്ക് ചെന്നു. ആരാണ് നീ? അത് ആ റോസാപ്പൂ പറിച്ചത് എന്റെ അച്ഛനാണ്. അതെനിക്ക് വേണ്ടിയാണ് പറിച്ചത്. അതുകൊണ്ട് അതിനുള്ള ശിക്ഷ സ്വീകരിക്കാനാണ് ഞാൻ വന്നത്. മൃഗം അതിന് സമ്മതിച്ചു. പക്ഷേ അത് അവളെ ശിക്ഷിച്ചില്ല. പകരമായി അവൾക്ക് നല്ല വസ്ത്രങ്ങളും ആഭരണങ്ങളും ഭക്ഷണവും നൽകി. ഇരുവരും ഒന്നിച്ച് സമയം ചെലവാക്കി. മൃഗം ബ്യൂട്ടിയെ സ്നേഹിക്കാൻ ആരംഭിച്ചു. പക്ഷേ അത് പുറത്തു പറയാൻ പേടിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ബ്യൂട്ടിയും മൃഗത്തെ സ്നേഹിക്കാൻ തുടങ്ങി. എങ്കിലും അവൾക്ക് തന്റെ അച്ഛന്റെയും സഹോദരിമാരുടെയും ഓർമ്മയായിരുന്നു. എനിക്ക് എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കൊതിയാവുന്നു. ഞാൻ പൊയ്ക്കോട്ടെ? ശരി, നിനക്ക് പോകാം. പക്ഷെ 10 ദിവസങ്ങൾ മാത്രമേ അവിടെ താമസിക്കാൻ പാടുള്ളൂ. 10 ദിവസം കഴിഞ്ഞാൽ തിരിച്ച് ഇവിടെ എത്തണം. ബ്യൂട്ടി അതിന് സമ്മതം പറഞ്ഞിട്ട് അവളുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു. സന്തോഷത്തോടെ ദിവസങ്ങൾ തള്ളി നീക്കി. 10 ദിവസങ്ങൾ പെട്ടെന്ന് കടന്നുപോയി. അന്ന് രാത്രി ബ്യൂട്ടി മൃഗം മരിച്ചു പോകുന്നത് പോലെ ഒരു സ്വപ്നം കണ്ട് പേടിച്ചുപോയി. അടുത്ത ദിവസം രാവിലെ മാളികയിലേക്ക് ഓടിച്ചെന്നു. ഹലോ, ഞാൻ എത്തിക്കഴിഞ്ഞു. പക്ഷേ അവിടെ നിന്നും മറുപടി കിട്ടിയില്ല. തോട്ടത്തിലേക്ക് ഓടിച്ചെന്നു.
അവിടെ മൃഗം വീണ് കിടന്നിരുന്നു. അത് മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അയ്യോ, ഞാൻ ഇന്നലെ തന്നെ എത്തണമായിരുന്നു. നിന്റെ ശരീരം വികൃതമായതാണെങ്കിലും മനസ്സിൽ വളരെയധികം സ്നേഹവും വാത്സല്യവുമുണ്ട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. എന്നെ തനിച്ചാക്കിയിട്ട് പോകരുത്. ബ്യൂട്ടി അങ്ങനെ പറഞ്ഞ ഉടനെ ആ മൃഗം ഒരു സുന്ദരനായ രാജകുമാരനായി മാറി. ഞാനൊരു രാജകുമാരനാണ്. എന്റെ പേര് മൈക്കേൽ. കൊച്ചുനാൾ മുതലേ വികൃതമായ മൃഗങ്ങളെ ഞാൻ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. അതുകൊണ്ട് ഒരു ദേവത എന്നെ മൃഗരൂപത്തിൽ മാറ്റിയതാണ്. എന്റെ ഈ വികൃതമായ രൂപത്തെ എന്നൊരു പെൺകുട്ടി സ്നേഹിക്കുന്നുവോ അന്ന് എനിക്കെന്റെ പഴയ രൂപം തിരിച്ചു കിട്ടൂ എന്ന് ശപിച്ചു. നീ എന്നെ ശാപവിമുക്തനാക്കി ബ്യൂട്ടി. പിന്നീട് മൈക്കേളും ബ്യൂട്ടിയും വിവാഹിതരായി. ബ്യൂട്ടിയുടെ അച്ഛനും സഹോദരിമാരും മാളികയിൽ വന്ന് താമസമുറപ്പിച്ചു. എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. ഹാൻസലും ഗ്രീറ്റലും. ഒരു പാവപ്പെട്ട വിറക് വെട്ടുകാരൻ തന്റെ 2 കുട്ടികളായ ഹാൻസലിനും ഗ്രീറ്റലിനോടുമൊപ്പം വസിച്ചു വന്നു. വല്ലാത്ത ദാരിദ്ര്യത്തിലായിരുന്ന അവർക്ക് ഭക്ഷണത്തിനുള്ള വക പോലും ഇല്ലായിരുന്നു. അതിനാൽ വിറവ് കെട്ടുകാരന്റെ 2ാം ഭാര്യ ആ കുട്ടികളെ കാട്ടിൽ ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അന്ന് രാത്രി, നാളെ നിങ്ങളുടെ 2 കുട്ടികളെയും കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് വരണം. കിട്ടുന്ന ആഹാരം നമുക്ക് കഴിക്കാനെങ്കിലും തികയും. അതൊരിക്കലും പറ്റില്ല. പറ്റില്ലെങ്കിൽ പിന്നെ നമുക്ക് മരിക്കുകയേ നിവൃത്തിയുള്ളൂ. അവിടെ നിന്നിരുന്ന ഹാൻസൽ അവരുടെ സംസാരം കേൾക്കുന്നുണ്ടായിരുന്നു. ഉടനെ ഒരു പദ്ധതിയിട്ടു. വീടിന് പുറത്തിറങ്ങി ചെറിയ വെള്ളാരം കല്ലുകൾ പെറുക്കിയെടുത്തു. അടുത്ത ദിവസം തന്റെ അച്ഛനോടൊപ്പം കാട്ടിലേക്ക് പോകുമ്പോൾ തന്റെ പോക്കറ്റിൽ നിന്ന് അവയെടുത്ത് വഴിയിലുടനീളം ഇട്ടുകൊണ്ടാണ് നടന്നത്. കുറെ ദൂരം പിന്നിട്ടപ്പോൾ, നിങ്ങൾ 2 പേരും ഇവിടെ തന്നെ നിൽക്കണം. വൈകുന്നേരമായപ്പോൾ അവരവിടെ കിടന്നുറങ്ങിപ്പോയി. ഉറക്കമുണർന്ന് നോക്കിയപ്പോൾ രാത്രി സമയമായിരുന്നു. ഹാൻസൽ വഴിയിലുടനീളം ഇട്ടിരുന്ന വെള്ളാരം കല്ലുകൾ തേടി നോക്കി. അവ നിലാവിന്റെ വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങിയത് കണ്ടപ്പോൾ ആ പാതയിലൂടെ തന്നെ അവർ നടക്കാൻ ആരംഭിച്ചു. പുലർച്ചെയായപ്പോഴേക്കും അവർ വീട്ടിൽ തിരിച്ചെത്തി. തന്റെ കുഞ്ഞുങ്ങളെ കണ്ട അച്ഛന് സന്തോഷമായി. പക്ഷേ രണ്ടാനമ്മയ്ക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു. ഒരു ദിവസം, നിങ്ങളുടെ 2 കുട്ടികളെയും കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് വരണം. അവരുടെ സംസാരം കേട്ട ഹാൻസൽ വീണ്ടും തന്റെ പദ്ധതി ഫലിക്കുമെന്നുള്ള വിശ്വാസത്തിൽ വെള്ളാരം കല്ലുകൾ എടുക്കാനായി പുറത്തിറങ്ങി. പക്ഷേ രണ്ടാനമ്മ വാതിൽ പൂട്ടിയിട്ടിരുന്നു. അടുത്ത ദിവസം പതിവ് പോലെ അവർ കാട്ടിലേക്ക് നടന്നു. അന്ന് തന്റെ കയ്യിലുണ്ടായിരുന്ന റൊട്ടിക്കഷ്ണങ്ങൾ ഓരോന്നായി വഴിയിലുടനീളം വിതറി ഹാൻസൽ. നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം, ഞാൻ വിറക് വെട്ടിയെടുത്തുകൊണ്ട് വരാം. ഗ്രീറ്റൽ തന്റെ കൈവശമുണ്ടായിരുന്ന റൊട്ടിക്കഷ്ണം സഹോദരനുമായി പങ്കുവെച്ചു കഴിച്ചു. പിന്നീട് അവിടെ കിടന്നുറങ്ങിപ്പോയി. രാത്രി ആയപ്പോൾ, വിഷമിക്കണ്ട, നമുക്ക് വഴി കണ്ടുപിടിക്കാം. വഴിയിൽ നോക്കിയപ്പോൾ റൊട്ടിക്കഷ്ണങ്ങളൊന്നും കാണാനില്ല. അവയെല്ലാം പക്ഷികൾ തിന്നുകഴിഞ്ഞിരുന്നു. വഴി അറിയാതെ നടന്ന് 2 പേർക്കും വിശക്കുവാൻ തുടങ്ങി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ നല്ല ഒരു വാസന വരുന്നു. വാസന വരുന്ന സ്ഥലത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയ വീട് അവർ കണ്ടു. വീട് മുഴുവനും കേക്ക് കൊണ്ട് നിർമ്മിച്ചതായിരുന്നു. ആഹാ, ഇനി നമ്മുടെ വിശപ്പ് മാറ്റാം. ഞാൻ ഈ ഭാഗം കഴിക്കാം. ചേട്ടൻ ആ ഭാഗം കഴിച്ചോളൂ. 2 പേരും സന്തോഷത്തോടെ അത് കഴിക്കുവാൻ ആരംഭിച്ചു. അപ്പോൾ പെട്ടെന്ന് വാതിൽ തുറന്നൊരു വൃദ്ധ പുറത്തേക്ക് വന്നു. കുട്ടികളെ, നിങ്ങളൊക്കെ ആരാണ്? ശരി, അകത്തേക്ക് വരൂ. 2 പേരുടെയും വിശപ്പകറ്റി ഉറക്കി ആ വൃദ്ധ. പക്ഷേ സത്യത്തിൽ അതൊരു മന്ത്രവാദിനിയാണെന്നും കുട്ടികളെ ഭക്ഷിക്കുന്നവളാണെന്നും അവർക്കറിയില്ലായിരുന്നു. അടുത്ത ദിവസം, എഴുന്നേൽക്കു മടിച്ചി, നിന്റെ ചേട്ടനെ തടിച്ച് കൊഴുപ്പിക്കണം. എന്റെ ചേട്ടൻ എവിടെ? താഴെയുള്ള മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ദിവസവും നല്ല സത്തുള്ള ആഹാരം കൊടുത്ത് അവനെ ഞാൻ പോഷിപ്പിക്കും. പിന്നീട് അവനെ ഞാൻ തിന്നും. എങ്ങനെയെങ്കിലും എന്റെ ചേട്ടനെ രക്ഷിക്കണമല്ലോ. ഗ്രീറ്റൽ ഒരു എല്ലിൻ കഷ്ണം എടുത്ത്, ചേട്ടന്റെ വിരൽ കാണിക്കാൻ പറയുമ്പോൾ ഈ എല്ലിൻ കഷ്ണം അവരെ കാണിച്ചാൽ മതി. ദിവസവും വൃദ്ധ ഹാൻസലിന്റെ വിരൽ കാണിക്കാൻ പറയും. ഹാൻസലും എല്ലിൻ കഷ്ണം കാണിക്കും. നല്ല കാഴ്ചശക്തി ഇല്ലാത്തതുകൊണ്ട് ആ വൃദ്ധയും മടങ്ങിപ്പോവും. ദിവസങ്ങൾ കടന്നുപോയി. വൃദ്ധയുടെ ക്ഷമ കെട്ടു. അവൻ മെലിഞ്ഞിരുന്നാലും സാരമില്ല, ഇന്ന് ഞാൻ അവനെ തിന്നിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. ഗ്രീറ്റൽ, ആ അടുപ്പിൽ ശരിക്ക് തീ കത്തുന്നുണ്ടോ, വെള്ളം തിളയ്ക്കുന്നുണ്ടോ എന്ന് നോക്ക്. അയ്യോ, എങ്ങനെയാ നോക്കണ്ടെന്ന് എനിക്ക് അറിയില്ലല്ലോ മുത്തശ്ശി. വൃദ്ധ തന്റെ തല നീട്ടി അതിലേക്ക് എത്തി നോക്കി. ഉടനെ ആ വൃദ്ധയെ അതിനുള്ളിലേക്ക് തള്ളി ഗ്രീറ്റൽ. അലറി നിലവിളിച്ച് അഗ്നിക്കിരയായി ആ മന്ത്രവാദിനി. ഗ്രീറ്റൽ ഓടിച്ചെന്ന് തന്റെ ജ്യേഷ്ഠനെ മോചിപ്പിച്ചു. വീട്ടിലുണ്ടായിരുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും എടുത്തുകൊണ്ട് 2 പേരും രക്ഷപ്പെട്ടോടി. കുറച്ചു ദൂരം ചെന്നപ്പോൾ അകലെ അവർ തങ്ങളുടെ വീട് കണ്ടു. ഓടിച്ചെന്ന് അച്ഛനെ കെട്ടിപ്പിടിച്ചു. നിങ്ങളില്ലാതെ ഞാൻ ഒരുപാട് ദുഃഖിച്ചു. ഞങ്ങളും ദുഃഖിച്ചു. ചിറ്റമ്മ എവിടെയാ? ചിറ്റമ്മ മരിച്ചുപോയി. ഇനി ആർക്കും നമ്മെ പിരിക്കാനാവില്ല. അവർ 3 പേരും സന്തോഷത്തോടെ ജീവിച്ചു.
സമുദ്ര കന്യക. സമുദ്രത്തിനടിയിൽ ഒരു വൃദ്ധനായ സമുദ്ര രാജാവ് തന്റെ മകൾ സമുദ്ര കന്യക മെലഡിയോടൊപ്പം ജീവിച്ചു വന്നു. മെലഡി സുന്ദരിയായിരുന്നു. അവൾക്ക് മധുരമായ ശബ്ദമായിരുന്നു. അവളുടെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അതിൽ മയങ്ങിപ്പോയിരുന്നു. മെലഡിയുടെ മുത്തശ്ശി അവൾക്ക് മനുഷ്യരെക്കുറിച്ചുള്ള ധാരാളം കഥകൾ പറഞ്ഞ് കേൾപ്പിക്കുമായിരുന്നു. അവരുടെ ആചാരപ്രകാരം ഒരു സമുദ്ര കന്യയ്ക്ക് 16 വയസ്സ് തികഞ്ഞതിന് ശേഷം മാത്രമേ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ചെന്ന് നീന്താൻ സാധിക്കൂ. അന്ന് മെലഡിക്ക് 16 വയസ്സ് തികഞ്ഞു. മെലഡി, ഇന്ന് നിനക്കൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. നിനക്ക് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ചെന്ന് നീന്താം. തന്റെ മുത്തശ്ശിയോട് സന്തോഷത്തോടെ വിട പറഞ്ഞിട്ട് അവൾ കടലിന്റെ ഉപരിതലത്തിലെത്തി. അതാ ഒരു കപ്പൽ. മെലഡി കപ്പലിനരികിലെത്തി. ധാരാളം മനുഷ്യരെ കണ്ടു. അതിലൊരാൾ തലയിൽ കിരീടം വച്ചിരുന്നു. അദ്ദേഹം ഒരു രാജകുമാരനായിരിക്കും. എന്തൊരു സുമുഖനും സുന്ദരനുമാണ്. മെലഡിക്ക് ആ രാജകുമാരനോട് സ്നേഹം തോന്നി. ആ സമയത്ത് ഒരു വലിയ കൊടുങ്കാറ്റ് കടലിൽ ആഞ്ഞടിച്ചു. കപ്പൽ കൊടുങ്കാറ്റിൽ കുടുങ്ങി മുങ്ങിപ്പോയി. ഇപ്പോൾ എങ്ങനെയെങ്കിലും ആ രാജകുമാരനെ രക്ഷിക്കണം. അവൾ നീന്തി ചെന്ന് രാജകുമാരനെ പിടിച്ച് അരികിലുള്ള കടൽ തീരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കടൽ തീരത്ത് കിടത്തിയിട്ട് മറഞ്ഞിരുന്നു കൊണ്ട് ലളിതമായ ഒരു സംഗീതം ആലപിച്ചു. ആ മധുരമുള്ള ശബ്ദം കേട്ട് രാജകുമാരൻ ഉണർന്നു. ആ ശബ്ദത്തിന്റെ ഉറവിടം അറിയാനായി രാജകുമാരൻ നാലുപാടും നോക്കി. പക്ഷേ മെലഡി മറഞ്ഞിരുന്നു. പിന്നീടൊരു വഴിപോക്കൻ രാജകുമാരനെ സഹായിച്ചു. നന്ദി ദൈവമേ, ഇനി അദ്ദേഹത്തിന് ഒരു ആപത്തുമില്ല. തന്റെ വീട്ടിലേക്ക് മടങ്ങിയ മെലഡി മുത്തശ്ശിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. മെലഡിക്ക് എപ്പോഴും ദുഃഖമായിരുന്നു. എന്താ മെലഡി, നിന്റെ മുഖത്ത് എന്താ എപ്പോഴും ഒരു വല്ലായ്മ? മുത്തശ്ശി, എനിക്ക് എപ്പോഴും ആ രാജകുമാരന്റെ ഓർമ്മ തന്നെ. എനിക്ക് 2 കാലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നമ്മുടെ സമുദ്രത്തിലുള്ള കടൽ മന്ത്രകാളിക്ക് മാത്രമേ നിനക്ക് കാലുകൾ തരാൻ സാധിക്കൂ. അവൾ ഉടനെ കടൽ മന്ത്രകാളിയെ കാണാൻ ചെന്നു. നടന്ന സംഭവങ്ങൾ പറഞ്ഞ് തനിക്ക് കാലുകൾ വേണമെന്നാവശ്യപ്പെട്ടു. മന്ത്രകാളിയും അതിന് സമ്മതിച്ചു. പക്ഷെ ഒരു നിബന്ധന പറഞ്ഞു. നിന്റെ മധുരമായ ശബ്ദം നീ എനിക്ക് നൽകണം. മെലഡിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. എങ്കിലും അതിന് സമ്മതിച്ചു. ഇതാ, ഇത് കുടിക്ക്. മെലഡി ആ മന്ത്രകാളി കൊടുത്തത് കുടിച്ചു. ആഴ്ന്ന ഉറക്കത്തിലായി. ഉറക്കമുണർന്നപ്പോൾ അവൾ കടൽ തീരത്തിലായിരുന്നു. ആ സമയത്ത് കടൽ തീരത്ത് നടക്കുവാൻ വന്ന രാജകുമാരൻ അവളെ കണ്ടു. സുന്ദരി, നീ ആരാണ്? മെലഡി സംസാരിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. തന്റെ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. എന്റെ പേര് കൈൽ. ഞാനൊരു രാജകുമാരനാണ്. എന്നോടൊപ്പം വരൂ. എന്റെ അരമനയിൽ ജീവിക്കാം. മെലഡിയെ തന്റെ അരമനയിലേക്ക് കൊണ്ടുപോയ രാജകുമാരൻ അവൾക്ക് ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും നൽകി. ഇരുവരും നല്ല സുഹൃത്തുക്കളായി തീർന്നു. അതേസമയം മെലഡിയുടെ മാധുര്യമുള്ള ശബ്ദം കടൽ മന്ത്രകാളിയുടെ മന്ത്രങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞു. എനിക്ക് ഈ മെലഡിയുടെ മാധുര്യമുള്ള ശബ്ദം വേണ്ട. ഈ ശബ്ദം കേട്ടിട്ട് ആരും എന്നെ കണ്ട് പേടിക്കുന്നതേയില്ല. മന്ത്രകാളി മാളികയിൽ ചെന്ന് മെലഡിയെ കണ്ടു. മെലഡി, നീ നിന്റെ കാലുകൾ തിരിച്ചു തരണമെന്നില്ല. പക്ഷേ ദയവ് ചെയ്ത് നിന്റെ ശബ്ദം തിരിച്ചെടുത്തുകൊള്ളുക. മെലഡിക്ക് വളരെ സന്തോഷമായി. തന്റെ ശബ്ദം തിരിച്ചു കിട്ടി. കടൽ മന്ത്രകാളിയും തന്റെ പഴയ ശബ്ദം വീണ്ടെടുത്ത് കടലിലേക്ക് മടങ്ങിപ്പോയി. മെലഡി തന്റെ മധുരമുള്ള ശബ്ദത്തിൽ അന്ന് രാജകുമാരനായി പാടിയ ഗാനം ആലപിച്ചു. രാജകുമാരനും ശബ്ദം തിരിച്ചറിഞ്ഞു. ഇതേ ശബ്ദമാണ് എന്നെ രക്ഷിച്ചത്. എന്നുവെച്ചാൽ അത് നീയായിരുന്നോ? എന്നെ വിവാഹം കഴിക്കാമോ? തീർച്ചയായും രാജകുമാരാ. അവരുടെ വിവാഹം കപ്പലിൽ വെച്ച് നടന്നു. വിവാഹത്തിൽ മെലഡിയുടെ അച്ഛൻ, മുത്തശ്ശി എന്നിവരും മറ്റ് സമുദ്ര കന്യകമാരും പങ്കെടുത്ത് ആശംസിച്ചു. ഒരു വ്യാപാരിക്ക് അക്രമിയായ ഒരു കുതിരയുണ്ടായിരുന്നു. അയാൾ ആ കുതിരയെ വിൽക്കാനായി അയൽ ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. വഴിയിൽ വെച്ച് അയാൾ വിശ്രമിച്ചു. അപ്പോൾ നിങ്ങളുടെ കഴുതയെ കെട്ടരുത്. എന്റെ കുതിര വല്ലാത്ത കോപിഷ്ഠനാ, അത് തൊഴിക്കും. ഈ മരം നിങ്ങളുടെ സ്വന്തം ഒന്നും അല്ലല്ലോ, ഞാൻ കെട്ടും. നോക്ക്, നിങ്ങളുടെ കുതിര എന്റെ കഴുതയെ കൊന്നു. ആദ്യം എനിക്ക് വേറൊരു കഴുതയെ വാങ്ങിച്ചു തന്നിട്ട് പോയാ മതി. ഞാൻ എത്ര പറഞ്ഞിട്ട് കേൾക്കാതെ നിങ്ങൾ അതിനെ കെട്ടിയില്ലേ? അതുകൊണ്ട് ഞാൻ അതിന് ഉത്തരവാദിയല്ല. അപ്പൊ ഞാൻ കോടതിയിലേക്ക് പോകും. ഈ
വാഗ്വാദം കേട്ടുകൊണ്ടിരുന്ന ബീർബൽ മധ്യസ്ഥതയ്ക്കെത്തി. പിന്നീട് ഈ വ്യാപാരിയുടെ കഴുതയെ കൊന്നത് നിങ്ങളുടെ കുതിരയാണോ? ചോദിച്ചത് കേട്ടില്ലേ? നിങ്ങളെന്താ ഊമയാണോ? അയാളെ വിശ്വസിക്കരുത്. അയാൾ മനഃപൂർവ്വം ഊമയെ പോലെ അഭിനയിക്കുകയാണ്. ഞാൻ എന്റെ കഴുതയെ മരത്തിൽ കെട്ടിയപ്പോ അയാൾ ഒച്ച വെച്ച് പറഞ്ഞു, ഇവിടെ കെട്ടരുത്, എന്റെ കുതിര നിങ്ങളുടെ കഴുതയെ കൊല്ലുമെന്ന്. ഈ മരം അയാളുടെ സ്വന്തമാണെന്ന വിചാരം. ഊമയെ പോലെ അഭിനയിക്കുന്ന ഇയാളെ വിശ്വസിക്കരുത്. കൊള്ളാം. ഇയാൾ മുന്നറിയിപ്പ് നൽകിയിട്ടും താൻ കഴുതയെ മരത്തിൽ കെട്ടിയത് കൊണ്ടാണ് അത് മരിച്ചതല്ലേ? അതുകൊണ്ട് ഇതിന് ഇയാൾ ഉത്തരവാദിയല്ല. തനിക്ക് പോകാം. സമുദ്രകന്യക. സമുദ്രത്തിനടിയിൽ ഒരു വൃദ്ധനായ സമുദ്ര രാജാവ് തന്റെ മകൾ സമുദ്രകന്യക മെലഡിയോടൊപ്പം ജീവിച്ചു വന്നു. മെലഡി സുന്ദരിയായിരുന്നു. അവൾക്ക് മധുരമായ ശബ്ദമായിരുന്നു. അവരുടെ ശബ്ദം കേൾക്കുന്ന എല്ലാവരും അതിൽ മയങ്ങിപ്പോയിരുന്നു. മെലഡിയുടെ മുത്തശ്ശി അവൾക്ക് മനുഷ്യരെക്കുറിച്ചുള്ള ധാരാളം കഥകൾ പറഞ്ഞ് കേൾപ്പിക്കുമായിരുന്നു. അവരുടെ ആചാരപ്രകാരം ഒരു സമുദ്രകന്യയ്ക്ക് 16 വയസ്സ് തികഞ്ഞതിന് ശേഷം മാത്രമേ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ചെന്ന് നീന്താൻ സാധിക്കൂ. അന്ന് മെലഡിക്ക് 16 വയസ്സ് തികഞ്ഞു. മെലഡി, ഇന്ന് നിനക്കൊരു പ്രത്യേകതയുള്ള ദിവസമാണ്. നിനക്ക് സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ ചെന്ന് നീന്താം. തന്റെ മുത്തശ്ശിയോട് സന്തോഷത്തോടെ വിട പറഞ്ഞിട്ട് അവൾ കടലിന്റെ ഉപരിതലത്തിലെത്തി. അതാ ഒരു കപ്പൽ. മെലഡി കപ്പലിനരികിലെത്തി. ധാരാളം മനുഷ്യരെ കണ്ടു. അതിലൊരാൾ തലയിൽ കിരീടം വച്ചിരുന്നു. അദ്ദേഹം ഒരു രാജകുമാരനായിരിക്കും. എന്തൊരു സുമുഖനും സുന്ദരനുമാണ്. മെലഡിക്ക് ആ രാജകുമാരനോട് സ്നേഹം തോന്നി. ആ സമയത്ത് ഒരു വലിയ കൊടുങ്കാറ്റ് കടലിൽ ആഞ്ഞടിച്ചു. കപ്പൽ കൊടുങ്കാറ്റിൽ കുടുങ്ങി മുങ്ങിപ്പോയി. ഇപ്പോൾ എങ്ങനെയെങ്കിലും ആ രാജകുമാരനെ രക്ഷിക്കണം. അവൾ നീന്തിച്ചെന്ന് രാജകുമാരനെ പിടിച്ച് അരികിലുള്ള കടൽ തീരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കടൽ തീരത്ത് കിടത്തിയിട്ട് മറഞ്ഞിരുന്നു കൊണ്ട് ലളിതമായ ഒരു സംഗീതം ആലപിച്ചു. ആ മധുരമുള്ള ശബ്ദം കേട്ട് രാജകുമാരൻ ഉണർന്നു. ആ ശബ്ദത്തിന്റെ ഉറവിടം അറിയാനായി രാജകുമാരൻ നാലുപാടും നോക്കി. പക്ഷേ മെലഡി മറഞ്ഞിരുന്നു. പിന്നീട് ഒരു വഴിപോക്കൻ രാജകുമാരനെ സഹായിച്ചു. നന്ദി ദൈവമേ, ഇനി അദ്ദേഹത്തിന് ഒരു ആപത്തുമില്ല. തന്റെ വീട്ടിലേക്ക് മടങ്ങിയ മെലഡി മുത്തശ്ശിയോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. മെലഡിക്ക് എപ്പോഴും ദുഃഖമായിരുന്നു. എന്താ മെലഡി, നിന്റെ മുഖത്ത് എന്താ എപ്പോഴും ഒരു വല്ലായ്മ? മുത്തശ്ശി, എനിക്ക് എപ്പോഴും ആ രാജകുമാരന്റെ ഓർമ്മ തന്നെ. എനിക്ക് 2 കാലുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ. നമ്മുടെ സമുദ്രത്തിലുള്ള കടൽ മന്ത്രകാളിക്ക് മാത്രമേ നിനക്ക് കാലുകൾ തരാൻ സാധിക്കൂ. അവൾ ഉടനെ കടൽ മന്ത്രക്കാളിയെ കാണാൻ ചെന്നു. നടന്ന സംഭവങ്ങൾ പറഞ്ഞ് തനിക്ക് കാലുകൾ വേണമെന്നാവശ്യപ്പെട്ടു. മന്ത്രകാളിയും അതിന് സമ്മതിച്ചു. പക്ഷെ ഒരു നിബന്ധന പറഞ്ഞു. നിന്റെ മധുരമായ ശബ്ദം നീ എനിക്ക് നൽകണം. മെലഡിക്ക് വല്ലാത്ത ദുഃഖം തോന്നി. എങ്കിലും അതിന് സമ്മതിച്ചു. ഇതാ, ഇത് കുടിക്ക്. മെലഡി ആ മന്ത്രകാളി കൊടുത്തത് കുടിച്ചു. ആഴ്ന്ന ഉറക്കത്തിലായി. ഉറക്കമുണർന്നപ്പോൾ അവൾ കടൽ തീരത്തിലായിരുന്നു. ആ സമയത്ത് കടൽ തീരത്ത് നടക്കുവാൻ വന്ന രാജകുമാരൻ അവളെ കണ്ടു. സുന്ദരി, നീ ആരാണ്? മെലഡി സംസാരിക്കുവാൻ ശ്രമിച്ചു. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. തന്റെ കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു. എന്റെ പേര് കൈൽ. ഞാനൊരു രാജകുമാരനാണ്. എന്നോടൊപ്പം വരൂ. എന്റെ അരമനയിൽ ജീവിക്കാം. മെലഡിയെ തന്റെ അരമനയിലേക്ക് കൊണ്ടുപോയ രാജകുമാരൻ അവൾക്ക് ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും നൽകി. ഇരുവരും നല്ല സുഹൃത്തുക്കളായി തീർന്നു. അതേസമയം മെലഡിയുടെ മാധുര്യമുള്ള ശബ്ദം കടൽ മന്ത്രകാളിയുടെ മന്ത്രങ്ങളെയെല്ലാം തകർത്തെറിഞ്ഞു. എനിക്ക് ഈ മെലഡിയുടെ മാധുര്യമുള്ള ശബ്ദം വേണ്ട. ഈ ശബ്ദം കേട്ടിട്ട് ആരും എന്നെ കണ്ട് പേടിക്കുന്നതേയില്ല. മന്ത്രകാളി മാളികയിൽ ചെന്ന് മെലഡിയെ കണ്ടു. മെലഡി, നീ നിന്റെ കാലുകൾ തിരിച്ചു തരണമെന്നില്ല. പക്ഷേ ദയവ് ചെയ്ത് നിന്റെ ശബ്ദം തിരിച്ചെടുത്തുകൊള്ളുക. മെലഡിക്ക് വളരെ സന്തോഷമായി. തന്റെ ശബ്ദം തിരിച്ചു കിട്ടി. കടൽ മന്ത്രകാളിയും തന്റെ പഴയ ശബ്ദം വീണ്ടെടുത്ത് കടലിലേക്ക് മടങ്ങിപ്പോയി. മെലഡി തന്റെ മധുരമുള്ള ശബ്ദത്തിൽ അന്ന് രാജകുമാരനായി പാടിയ ഗാനം ആലപിച്ചു. രാജകുമാരനും ശബ്ദം തിരിച്ചറിഞ്ഞു. ഇതേ ശബ്ദമാണ് എന്നെ രക്ഷിച്ചത്. എന്നുവെച്ചാൽ അത് നീയായിരുന്നോ? എന്നെ വിവാഹം കഴിക്കാമോ? തീർച്ചയായും രാജകുമാര. അവരുടെ വിവാഹം കപ്പലിൽ വെച്ച് നടന്നു. വിവാഹത്തിൽ മെലഡിയുടെ അച്ഛൻ, മുത്തശ്ശി എന്നിവരും മറ്റ് സമുദ്ര കന്യകമാരും പങ്കെടുത്ത് ആശംസിച്ചു. തവള രാജകുമാരൻ. പണ്ടൊരിക്കൽ ഒരു രാജാവ് വസിച്ചിരുന്നു. അദ്ദേഹത്തിന് ജേഡ് എന്നൊരു മകളുണ്ടായിരുന്നു. രാജാവിന് തന്റെ മകളോട് അളവറ്റ സ്നേഹമായിരുന്നു.
അതുകൊണ്ട് അവളെ പുറത്തെങ്ങും അയക്കാറേയില്ല. കൂട്ടുകാരില്ലാത്തതിനാൽ അവൾ ഒറ്റയ്ക്കിരുന്നാണ് കളിക്കുക. ദിവസവും അരമനയിലുള്ള ഒരു മരത്തിനടിയിലിരുന്ന് തനിക്ക് ഇഷ്ടപ്പെട്ട സ്വർണ്ണപ്പന്ത് കൊണ്ട് കളിക്കുമായിരുന്നു. ഒരു ദിവസം അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന കുളത്തിൽ ആ സ്വർണ്ണപ്പന്ത് വീണു. ജേഡിന് കരച്ചിൽ വന്നു. പെട്ടെന്ന് രാജകുമാരി എന്തിനാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? ശബ്ദം കേട്ട സ്ഥലത്തേക്ക് നോക്കി. അവിടെ ഒരു വൃത്തികെട്ട തവള തന്റെ വലിയ തലയിൽ നീട്ടി നോക്കിയിരിക്കുന്നുണ്ടായിരുന്നു. നീയാണോ സംസാരിച്ചത്? നിന്നെ കൊണ്ട് എന്നെ സഹായിക്കാൻ പറ്റില്ല. നീ വെറുമൊരു തവളയല്ലേ. അങ്ങനെ പറയരുത് രാജകുമാരി, എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. എന്റെ സ്വർണ്ണ പന്ത് ഈ കുളത്തിൽ വീണു. എനിക്കത് വേണം. ഞാനത് എടുത്തു തന്നാൽ പകരം നിങ്ങൾ എനിക്ക് എന്ത് തരും? എന്താണ് വേണ്ടത്? ചോദിച്ചോളൂ. വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, എന്തിനാ എന്റെ സ്വർണ്ണ കിരീടം തന്നെ തരാം. എനിക്കതൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ എനിക്കും കഴിക്കണം. നിങ്ങൾ ഉറങ്ങുന്ന കിടക്കയിൽ എനിക്കും കിടന്നുറങ്ങണം. എന്ത്? ഈ വൃത്തികെട്ട തവള എങ്ങനെയാണ് എന്റെ കൂട്ടുകാരനാവുക? പന്ത് കിട്ടിയ ഉടനെ ഇവിടെ നിന്ന് ഓടിപ്പോകുന്നതാണ് നല്ലത്. ശരി ശരി, നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. ജേഡിന്റെ വാക്ക് വിശ്വസിച്ച് തവള കുളത്തിലേക്ക് ചാടി. അല്പനേരത്തിനകം സ്വർണ്ണപ്പന്ത് എടുത്തു കൊടുത്തു. രാജകുമാരി ആ സ്വർണ്ണപ്പന്തും എടുത്തുകൊണ്ട് രക്ഷപ്പെട്ടു. രാജകുമാരി നിൽക്കൂ. അടുത്ത ദിവസം ജേഡ് തന്റെ മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ ജേഡ് വാതിൽ തുറന്നു. അവിടെ തവള ഇരിപ്പുണ്ടായിരുന്നു. നമസ്കാരം രാജകുമാരി. ജേഡ് അതിശയിച്ചു പോയി. അവൾ വാതിലടച്ചിട്ട് അകത്തേക്ക് ഓടി. ആരെ കണ്ടാണ് ഇങ്ങനെ പേടിച്ചത്? അല്ലച്ചാ, അത് പിന്നെ ഒരു വൃത്തികെട്ട തവളയാണ്. തവള എന്തിനാ നിന്നെ കാണാൻ ഇവിടെ വന്നത്? ജേഡ് സംഭവങ്ങൾ വിവരിച്ചു. വാക്ക് പാലിക്കാതിരിക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. ഉടനെ തവള സുഹൃത്തിനെ അകത്തേക്ക് ക്ഷണിക്ക്. ജേഡ് ആ തവളയെ അകത്തേക്ക് ക്ഷണിച്ചു. അത് അവളുടെ പാത്രത്തിൽ നിന്ന് എടുത്തു കഴിച്ചു. അവൾ കുടിച്ച പാത്രത്തിൽ തന്നെ അതും കുടിച്ചു. എനിക്ക് വല്ലാത്ത ഉറക്കം വരുന്നു. നിങ്ങളുടെ കിടപ്പുമുറിയിലേക്ക് എന്നെയും കൊണ്ടുപോകൂ രാജകുമാരി. ജേഡ് തന്റെ കിടപ്പുമുറിയിലേക്ക് തവളയെ കൊണ്ടുപോയി. അതിനെയും ഒരരികിൽ കിടത്തിയിട്ട് അവൾ ഉറങ്ങാൻ ആരംഭിച്ചു. തവള അവളെ ഉറങ്ങാനായി ഒരു താരാട്ട് പാടി. മനോഹരമായ ആ ഗാനം കേട്ട് ജേഡ് സുഖനിദ്രയിലായി. അടുത്ത ദിവസം തന്റെ സ്ഥലത്തേക്ക് തന്നെ മടങ്ങിപ്പോയി. ഇനിയിപ്പോ ആ തവള വരില്ലെന്ന് തോന്നുന്നു. പക്ഷേ അടുത്ത ദിവസം രാത്രിയും തവള വന്നു. ജേഡിന്റെ പാത്രത്തിൽ നിന്ന് കഴിച്ചിട്ട് അവളുടെ മെത്തയിൽ തന്നെ കിടന്നു. ഉറങ്ങുന്നതിന് മുമ്പ് അവൾക്കായി ഒരു താരാട്ട് പാട്ട് പാടി. ഈ തവളയ്ക്ക് എന്തുപറ്റി? ഇവിടെ തന്നെ താമസിക്കാനാണോ ഉദ്ദേശം? നല്ല സുഹൃത്ത് തന്നെയാണെന്ന് തോന്നുന്നു. അതുമാത്രമല്ല, വളരെ നന്നായി പാടുന്നുമുണ്ട്. മൂന്നാം ദിവസവും തവള വന്നു. രാജകുമാരി, നിങ്ങൾ വാക്ക് പാലിച്ചിരിക്കുന്നു. ഇതിനുള്ള സമ്മാനം നിങ്ങൾക്ക് നാളെ രാവിലെ കിട്ടുന്നതാണ്. ജേഡിനൊന്നും മനസ്സിലായില്ല. അടുത്ത ദിവസം രാവിലെ അവൾ ഉറക്കമുണർന്നപ്പോൾ തവളയില്ല. പകരമായി ഒരു സുന്ദരനായ രാജകുമാരനെയാണ് അവൾ കണ്ടത്. നിങ്ങൾ ആരാണ്? എന്റെ പേര് റോളന്റ്. ഒരു ദേവത എന്നെ ഒരു തവളയാക്കി മാറ്റിയതാണ്. ഒരു രാജകുമാരി അവളുടെ പാത്രത്തിൽ നിന്ന് കഴിക്കാനും അവളോടൊപ്പം കിടന്നുറങ്ങുവാനും എന്നെന്നെ അനുവദിക്കുന്നുവോ അന്ന് എന്റെ ശാപം നീങ്ങുമെന്നവർ പറഞ്ഞിരുന്നു. നീ അത് ചെയ്ത് എന്നെ ശാപവിമുക്തനാക്കിയിരിക്കുന്നു. എന്നെ വിവാഹം കഴിക്കാൻ സമ്മതമാണോ ജേഡ്? ജേഡിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓ, എനിക്ക് സമ്മതമാണ്. ഇരുവരും ജേഡിന്റെ മാതാപിതാക്കളോട് സംഭവങ്ങൾ വിശദമായി പറഞ്ഞു. വിവാഹം ഗംഭീരമായി നടന്നു. ജേഡ് മൃഗങ്ങളോട് സ്നേഹത്തോടെ പെരുമാറുവാൻ ആരംഭിച്ചു.